ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്നും സേഫാണെന്നും വിശ്വസിക്കുന്നു. നമ്മളിവിടെ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ലോങ് വീഡിയോ ഞാൻ എടുക്കുന്നത്. സാധാരണ നമ്മുടെ തേജുവിൻ്റെ സ്കൂൾ തുറന്നാലാണ് എനിക്ക് ഇങ്ങനത്തെ രാവിലത്തേക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാറുള്ളൂ. അപ്പോൾ ഇനി തൊട്ട് ഇനിയിപ്പോൾ എന്തായാലും സ്കൂളൊക്കെ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ നമുക്കിനി പഴയ പോലെ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങാനായിട്ട് വിചാരിക്കുന്നത്. ഏകദേശം ഒരു 5-6 ദിവസമായിട്ട് കേട്ടോ ഞാനിവിടെ ആര്യമ്പാടത്ത് പുതിരുത്തി നിന്ന് തുടങ്ങിയിട്ട്, അതായത് എൻ്റെ വീട്ടിൽ നിന്നിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു 5-6 ദിവസത്തിന് ശേഷം വീട്ടിൽ വരുമ്പോൾ അത്യാവശ്യം പണികളുണ്ട് കേട്ടോ. മെയിനായിട്ട് സാധാരണ എനിക്ക് അകത്തായിട്ടാ പണി കൂടാറ്. പക്ഷെ ഇപ്രാവശ്യം അകത്ത് അങ്ങനെ വലിയ പണിയില്ല. പക്ഷെ പുറത്ത് എനിക്ക് നല്ല ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇടയിൽ മഴയൊക്കെ പെയ്തിട്ടേ ആകെ മൊത്തം അപ്പുറത്തെ തേക്കുന്നുള്ള കരടുമല്ല അത് മിന്നിട്ട് ഒരു വൃത്തികെട്ട രീതിയിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഈ താമര നമ്മൾ ഇന്നലെ വാങ്ങിക്കൊടുന്ന് വെച്ചതായിരുന്നു കേട്ടോ. ഇനി എനിക്ക് താമര അമ്പലമൊക്കെ കുറച്ചും കൂടി വെക്കണം എന്നുണ്ട്. നല്ല ഭംഗിയിൽ പൂവിട്ടാൽ നല്ല രസമല്ല കാണാൻ. പിന്നെ ഇതിൽ തന്നെ നമ്മൾ ഗപ്പിനെയും കൂടി വാങ്ങിയിട്ടിട്ടുണ്ട്. അതൊക്കെ അടിയിലാണ് തോന്നുന്നു. പിന്നെ ഞാൻ ഇന്നലെ രാത്രി വെച്ചോണ്ടാ തോന്നുന്നു കേട്ടോ. ചെറിയ രീതിക്ക് മണ്ണ് കലർന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഞാൻ എന്തായാലും വെള്ളം മാറ്റണില്ല. ഒരു 1.5 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ വെള്ളം മാറ്റണുള്ളൂ കേട്ടോ. തെളിവെള്ളമാക്കി നിർത്തണുള്ളൂ. പിന്നെ ഇത് ആമ്പൽ നമ്മൾ കുറച്ചായിട്ടുണ്ട് കേട്ടോ വെച്ചിട്ട്. ഇതിന് നമുക്ക് നല്ല രീതിക്ക് പൂവിടുന്നുണ്ട് കേട്ടോ. അടിയിൽ ഇത് മുട്ടിട്ട് വരുന്നുണ്ട്. പിന്നെ എനിക്കറിയില്ല കേട്ടോ, എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ചോദിക്കണത്. ഈ മുട്ട് വിരിഞ്ഞിട്ട് അത് ചുങ്ങും, പിറ്റേ ദിവസം അത് തന്നെ വീണ്ടും വിരിയുന്നുണ്ട്. അങ്ങനെ ആവൂലേ? ആമ്പലൊക്കെ ഡീറ്റെയിൽസ് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മുട്ട് തന്നെ ഒരു 3-4 വട്ടം അങ്ങനെ വിരിഞ്ഞിട്ടും ചുങ്ങിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ 2-3 പേര് ഇതിന്റെ റേറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും ഞാൻ പട്ടാമ്പിന്ന് ആട്ട വാങ്ങിയേക്കണത്. അപ്പോൾ താമരയ്ക്ക് എൻ്റെ വാങ്ങിയത് 500 രൂപയായിരുന്നു കേട്ടോ. പിന്നെ ആമ്പലിന്റെ പോട്ട് ആ ഒരു ഇതിന് 250 രൂപയായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റേഞ്ചിൽ തന്നെയായിട്ട് റേറ്റ് വരുള്ളൂ. അപ്പോൾ വാങ്ങിക്കോ, നല്ലതാട്ടോ. പിന്നെ എക്സ്ട്രാ പോട്ട് വാങ്ങിയിട്ട് വെള്ളം നിറച്ച് വെച്ചാൽ മതി. അപ്പോൾ എനിക്കിത് അടിച്ചു വരാണ്ടെന്ന് പറഞ്ഞല്ലോ. കണ്ട ആകെ മഴയൊക്കെ പെയ്തിട്ട് അപ്പുറത്തുനിന്ന് കേട്ടോ, നമ്മുടെ വീട്ടിൽ നല്ല അപ്പുറത്തെ പറമ്പെന്നൊക്കെയാണ് മൊത്തത്തിൽ ആ തേക്കിന്റെ കുഞ്ഞു മണികളും പിന്നെ ആകെ മൊത്തം ഒരു എന്തോ ചളിയൊക്കെ എന്തിൻ്റെയാണ് ആവോട്ടാ. നായ്ക്കൾ ഓടിയിട്ടൊക്കെ തോന്നുന്നു. കുറേ ചളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുറ്റം നന്നായി അടിച്ചെടുത്തിട്ട് കഴുകുക ചെയ്തത് കേട്ടോ. അടിക്കാൻ നല്ല പണിയായിരുന്നു കേട്ടോ. കുഞ്ഞു മണികൾ ഇങ്ങനെ കായകളായ കാരണം എങ്കിലും ഞാൻ രാവിലെ തന്നെ ഇഞ്ച വഴിക്ക് നേരെ മുറ്റത്തേക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പതുക്കെ കിച്ചണിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അച്ഛൻ്റെ കാര്യം എപ്പോഴും ചോദിക്കുന്നുണ്ട്. അച്ഛൻ ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ നല്ല രീതിക്ക് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇങ്ങനെ വിളിച്ചിട്ടോ വീട്ടിലേക്ക് ഓടിച്ചെന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് സമാധാനമായിട്ടോ ഡോക്ടറെ കാണിച്ച് സ്കാനിങ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുണ്ടായിരുന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിനായിട്ട് ഞാൻ വേറെ വീഡിയോ എടുക്കുന്നില്ലായിട്ട് ഇതിലൂടെ തന്നെ പറയേ. അപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞോട്ടോ. ഇനി ഇവിടെ ഒന്ന് എനിക്ക് കഴുകാനും കൂടി ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പൈപ്പ് ഇട്ട് നനച്ചിട്ട് ആ ചളിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാണ്ട്. അപ്പം മൊത്തത്തിൽ ഇങ്ങനെ ആട്ടോ. പിന്നെ നമുക്ക് വീടിൻ്റെ ഇവിടെ പണി എന്താ നടക്കണമെന്ന് ചോദിച്ചു. നമുക്ക് കുറച്ചും കൂടി പ്ലഗ് കുത്താൻ വേണ്ടിയിട്ട് കുറച്ച് വയറിങ്ങിൻ്റെ കണക്ഷനും കൂടി എടുക്കുകയാണ് കേട്ടോ. ഷീറ്റിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന് മുന്നേ നമുക്ക് ഇവിടെ കുറച്ച് പ്ലഗും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട്. അപ്പോൾ അതിൻ്റെയാണ് കേട്ടോ. പിന്നെ CCTVയുടെ പ്ലഗ് അങ്ങനെ കുറച്ച് കൂടി പണികളുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അതൊക്കെ ആയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൈപ്പ് ഇട്ടിട്ട് ഞാൻ ഒന്ന് കഴുകുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ കാര്യത്തിലേക്ക് വരാം. അച്ഛൻ്റെ എന്താണെന്ന് വെച്ചാൽ അച്ഛന് പണിയുടെ ഇടയിൽ ഇങ്ങനെ വിറകെന്തോ തട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാല് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിക്ക് ചെറുതായിട്ടിട്ട് മുറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അച്ഛൻ TT എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പണ്ട് ഇടയിൽ ഇടയ്ക്ക് ഇങ്ങനെ കൈയും കാലൊക്കെ ഇടയ്ക്ക് എവിടെയൊക്കെ പൊട്ടാറുണ്ട്. ആ രീതിയിൽ അച്ഛൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ പിറ്റേന്നത്തേക്ക് അച്ഛന് നന്നായി പനി വന്നു. പനിച്ച് ആകെ സീനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കാട്ടിയപ്പോഴാട്ടോ TT അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ TT അടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ കാലുമുണ്ടല്ലോ ആ മുറി കുറച്ചങ്ങോട്ട് ഇങ്ങനെ പഴുത്തു എന്ന് പറയാൻ പറ്റില്ല, ഒരു വേറെ ഇതിലായി. കാരണം ഇവരിത് ഡ്രസ്സ് ചെയ്യാൻ പോകുമ്പോൾ, അതായത് ഹോസ്പിറ്റലിൽ മരുന്ന് വെക്കാൻ എന്നും വൈകുന്നേരം പോവാട്ടോ ചെയ്യാറ് ഒരു ക്ലിനിക്കിലേക്ക്. അങ്ങോട്ട് പോകുമ്പോൾ ഇവരിത് കവർ ചെയ്ത് കൊടുത്തായിരുന്നു. ആ കവർ ചെയ്ത് കൊടുത്തത് ഫുൾ അതൊരു ചെറിയ മുറിയാണ്. അപ്പോൾ നമ്മുടെ കാലിൻ്റെ ഒരു സൈഡിലൊരു കുഞ്ഞു ഓട്ടം ഉണ്ടെങ്കിൽ അവിടെ മാത്രമല്ല കവർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അവരിത് മുട്ട് വരെ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഈ പ്ലാസ്റ്ററൊക്കെ ഇടുമ്പോൾ ഉണ്ടാവില്ലേ, അതേപോലെ മുട്ട് വരെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ കാലിൻ്റെ ഞെരിയാണി ആ ഒരു ഏരിയ പറയില്ലേ, അങ്ങനെ തന്നെയല്ലേ പറയുക, അവിടേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ തൊട്ടിട്ട് മുട്ടിൻ്റെ അടി വരെ ആയിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം ഇന്ന് വൈകിട്ട് പോയിട്ട് കെട്ടിച്ചാൽ പിന്നെ പിറ്റേ ദിവസമാണ് അച്ഛൻ വൈകുന്നേരം അത് ഡ്രസ്സ് ചെയ്യാൻ വീണ്ടും പോകുള്ളൂ. അപ്പോൾ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ആ സംഭവം ഉണ്ടല്ലോ ടൈറ്റായി തോന്നുന്നു. ആ ഒരു കെട്ടിയിട്ടുള്ളതാ അത് ടൈറ്റായിട്ട് സംഭവം അങ്ങോട്ട് നീര് പോലെ വന്ന് വീർത്ത് ഇൻഫെക്ഷൻ കയറി മൊത്തത്തിൽ അങ്ങോട്ട് കൊള്ളായി എന്ന് പറയാട്ടോ കാല്. അച്ഛനാണെങ്കിൽ പിറ്റേന്ന് ഉച്ചയോട് കൂടിയിട്ട് തന്നെ വിമ്മിഷ്ട അടിച്ചു തുടങ്ങിയിട്ട് കാലിൻ്റെ ഇവിടെ അങ്ങനെ അതിങ്ങനെ ടൈറ്റ് ആവല്ലേ. പിന്നെ നീര് വന്ന് വീർത്തതായി. അച്ഛനത് ഊരാൻ കിട്ടണില്ല. ആകെ വിമ്മിഷ്ട അടിച്ചിട്ട് അച്ഛനും അമ്മമ്മ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നേരെ എന്ത് ചെയ്തു, ആദർശായിരുന്നു വൈകുന്നേരം കൊണ്ടുപോയിരുന്നു. അച്ഛൻ ആരേനും കത്തില്ല, വേഗം ഒരു ഓട്ടോ വിളിച്ചിട്ട് അച്ഛൻ അങ്ങനെ നേരെ പോവാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആ സംഭവം പൊളിച്ചു നോക്കിയപ്പോണ്ടല്ലോ കാലിൻ്റെ അവസ്ഥ ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചെറിയൊരു ക്ലിപ്പ്. ആ ഒരു വിധത്തിൽ കാലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ
പേടിയായി. അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ അങ്ങനെ കൊണ്ടൊക്കെ അവൻ നോക്കി കിടന്നവർക്കും പേടിയായി. അവർ കൈ ഒഴിഞ്ഞ പോലെ. അപ്പോഴേക്കും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ അവർ പറഞ്ഞത്. പക്ഷേ ആദർശമായാലും ഇപ്പോൾ ഞങ്ങളായാലും വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണ്ട, നമുക്ക് പ്രൈവറ്റിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ മിഷീനിലേക്ക് ഇട്ട് ഞങ്ങൾ മീൻസ് ആദർശ് ബാങ്ക് കൊണ്ടുപോയി. ആദർശ് അമ്മയും കൂടിയിട്ട് നേരെ മിഷീനിലേക്ക് പോയിട്ടോ. അപ്പോൾ തന്നെ അമ്മ എന്നെ വിളിക്കുകയും ചെയ്തു കേട്ടോ. എൻ്റെ ഒരു 6-7 മണിയോട് കൂടി വിളിച്ചു. ഇങ്ങനെ അച്ഛനിങ്ങനെ ആയിട്ടുണ്ട്, ഇവിടെ വീട്ടിൽ ആരും ഈ വേഗം വായോ, ആരും ഉണ്ണിയൊക്കെ ഒറ്റയ്ക്കല്ല അമ്മമ്മല്ല, എന്നാൽ വേഗം വാന്ന് പറഞ്ഞിട്ട് വിളിച്ചു കേട്ടോ. അങ്ങനെ ഞാനും വിൻഷേട്ടനും കൂടിയിട്ട്, വിൻഷേട്ടനാണെങ്കിൽ അത് പാലക്കാടായിരുന്നു വർക്ക് കേട്ടോ. അവിടുന്ന് വിൻഷേട്ടൻ ഇങ്ങോട്ട് തിരിച്ച് വന്ന ഒരു 9 മണിയോട് കൂടി നമ്മൾ വേഗം വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പം ആദും ആളും ഒക്കെ ആരുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വിൻഷേട്ടൻ പറഞ്ഞു എന്തായാലും ഇവരിവിടെ ഇല്ലേ, നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാത്രി തന്നെ നേരെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും അച്ഛൻ്റെ അടുത്ത് എത്തി. പിന്നെ അവിടെ അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കാല് കണ്ടപ്പോൾ സത്യം പറഞ്ഞാണ് കിളി പോയിട്ടോ. കണ്ട പേടിയാവും. സംഭവം ഇൻഫെക്ഷൻ കയറി നീര് വന്നതാണ്. പിന്നെ അച്ഛന് വെരിക്കോസ് ഉണ്ട്, അതിൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്കാനിങ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല, പേടിക്കണം. ഞങ്ങൾക്ക് ഇനി പഴുപ്പ്, പിന്നെ അച്ഛന് ഷുഗർ, അതൊക്കെ ഞങ്ങൾക്ക് ടെൻഷൻ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്കാൻ ചെയ്തപ്പോൾ തന്നെ അവർ പറഞ്ഞു കേട്ടോ പേടിക്കാനില്ല, ആ കാല് കാണുമ്പോൾ നമുക്കൊരു പേടിയാവില്ല, അപ്പം അങ്ങനത്തെ ഒരു പേടിക്കാനൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ ഞാനത് പറയണില്ല, ഞങ്ങൾ ഉള്ളിൽ വിചാരിച്ചത് വേറൊരു കാര്യമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനത്തെ കാര്യമൊന്നുമില്ല, ഒരു പേടിയും പേടിക്കേണ്ട, ഇത് മരുന്ന് വെച്ചിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം, കളർ ഉണ്ടാവും കുറച്ച് ദിവസത്തേക്ക്, അതൊക്കെ പതുക്കെ മാറ്റാവുന്നതുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായിട്ടോ. അപ്പോഴായിരുന്നു ഞാൻ പിറ്റേ ദിവസം ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അച്ഛനെ അഡ്മിറ്റ് ആക്കിയെന്ന് പറഞ്ഞിട്ട് ഓക്കെ ആണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം അതുവരെ ഞങ്ങൾ കിളി പോയിട്ടാട്ടോ നടന്നിരുന്നു. പിന്നെ ഇതെന്താണെന്ന് പറയുക, ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഞാൻ രാവിലത്തെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാകുന്ന നോക്കട്ടെ. അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ എനിക്കിത് മൊത്തം പണികളായിരുന്നു. ഒന്നാമത് ഞാൻ മെൻ്റലി എനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് തിരുമ്പാനുള്ളത് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ ഒരു അലങ്കോലമായിട്ട് കിടക്കില്ല. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് പ്രാന്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. പാത്രങ്ങളൊന്നും ഞാൻ തലേന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം കൂടിയിട്ട് രാവിലെ 8ന്റെ പണി പോലെയായിരുന്നു കേട്ടോ അകത്ത് കയറിപ്പോൾ. അതായത് ഇങ്ങനത്തെ കുറച്ച് പണികൾ കേട്ടോ, മുറ്റടിക്കലും എല്ലാം കൂടി കഴിഞ്ഞപ്പോഴേ അതിൻ്റെ ഇടയിൽ ഇത് ചായ തളിച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി പൊട്ടിച്ച് പാക്കറ്റിൽ നിന്ന് എടുത്തിടുമ്പോൾ അതും പരന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, മൊത്തത്തിൽ ഒരുമാതിരി അവിഞ്ഞ ദിവസം എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം മൊത്തത്തിൽ ക്ലീൻ ആക്കണം. പിന്നെ ശർക്കര പാത്രത്തിലാക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിൻഷേട്ടൻ ഇതും നീ തട്ടിക്കളയണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വിൻഷേട്ടൻ തന്നെ ആക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ വിൻഷേട്ടൻ്റെ കൂടെ ചായ കുടിക്കാട്ടോ ചെയ്തത്. ഇനി നമുക്ക് അച്ഛൻ്റെ കാര്യത്തിലേക്ക് തിരിച്ച് വരെ. അങ്ങനെ അഡ്മിറ്റ് ആക്കി 4-5 ദിവസം അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ വെച്ചിട്ട് അവർ ഷുഗർ കൂടരുത്, ഷുഗർ പേഷ്യൻ്റ് ആണോ ചോദിച്ചാൽ എൻ്റെ അമ്മ ഷുഗർ പേഷ്യൻ്റ് ആണ്. പക്ഷെ അച്ഛൻ അങ്ങനെ ഷുഗർ പേഷ്യൻ്റ് എന്ന് പറയാല്ലേ, ഷുഗർ ഇങ്ങനെ വരും പോവും, അങ്ങനെ ചെറിയ രീതിക്ക് നോർമലി ഉള്ള ഒരു ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഷുഗർ കൂടാണ്ട് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് ഷുഗറിൻ്റെ അതുപോലെ പിന്നെ പഴുപ്പ് അങ്ങനത്തെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും അവിടെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ കുഴപ്പമില്ലാണ്ട് മാറും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക ഇവിടെ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, ചെറിയ വല്ല മുറി വന്നാൽ പോലും തീറ്റിയൊക്കെ അടിച്ചോളൂ കേട്ടോ. അതായത് നമ്മൾ അതിനുള്ള മരുന്ന് എന്താ വെച്ചാൽ ചെയ്തോളൂ, എന്ത് വന്നാലും ഡോക്ടറെ കണ്ടോളൂ കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇല്ലാത്തൊരു സ്വഭാവമാണത്. എന്ത് വന്നാലും ഡോക്ടറെ പോയി കാണില്ല, അവരവരുടേതായ ചികിത്സിക്കുക, സംഭവം അവിടെ ഒഴിവാക്കുക കേട്ടോ. അതിലും ഇനി അച്ഛൻ ചിലപ്പോൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ വിൻഷേട്ടൻ പോയതിന് ശേഷം ഞാനിതൊരു പാട്ടൊക്കെ വെച്ച് എൻ്റെ മൂഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പണികളിലേക്ക് കിടന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ തേജും കൂടി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. തേജു ഇപ്പോൾ എനിക്ക് ഓടി വന്നിട്ട് ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോയിലും കണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഗപ്പീനെയും താമരയും ഇതെല്ലാം നോക്കാൻ നടക്കുള്ളൂ. അതാണ് കേട്ടോ ഇപ്പോൾ ശീലം. ഉള്ളിലാ കൊറേ ഉണ്ടാ, അത് ഉള്ളിൽ കൂടെ കണ്ടോ രണ്ടെണ്ണം. ബാക്കി നമ്മൾ 6 വാങ്ങിണ്ടായിരുന്നു. ഇവിടെ ഒരെണ്ണം ഒക്കെ അടി കൂടെയാണേ. നീ വേഗം പോയി കുളിച്ച് സ്വർണ്ണാപ്പി. അതിന്റെ ആവശ്യമൊക്കെ ഉണ്ട്. കഴുകിയത് ചെലപ്പം മീനിന്റെ മേത്ത് കുടുങ്ങിയാലോ. ഞാൻ നോക്കാം. ഈ സൈഡ് റൂമിൽ കുറച്ച് മീൻ കണ്ടിട്ടോ, അതാ മീൻ
ഇല്ല ഉണ്ടാവില്ല ഉണ്ട് രണ്ട് താമര ഉണ്ടാവും. ഒന്ന് താമര ഒന്ന് ആമ്പല്, തെറ്റിപ്പോരുത്. ആമ്പലതാണോ? ഇത് താമര, മറ്റേതാണ് ആമ്പല്. തേനീച്ച കുത്തി. പിന്നെ ഞാൻ അവന് ദോശ ഉണ്ടാക്കുക കേട്ടോ. അത് വിൻഷേട്ടൻ കുക്കീസിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അതായത് മറ്റേ സുജിമ്പു ന്യൂസൊക്കെ ഇല്ലേ, അവരുടെ നിന്ന് വാങ്ങിയിട്ടുള്ളതാട്ടോ. ഒരു ഇന്നോവ ക്രിസ്റ്റയ്ക്ക് വേണ്ടിയിട്ട് വിൻഷേട്ടൻ ഇപ്പോൾ ഈ വീട് നിറച്ച് പാത്രങ്ങൾ കൊണ്ട് നിറയ്ക്കും തോന്നുന്നുണ്ട്. എല്ലാ മാസവും വാങ്ങേണ്ട ഓരോ പാത്രങ്ങൾ അവരുടെ നിന്ന്. പിന്നെ നമ്മുടെ തേജുവിന് കുളി കഴിഞ്ഞ് വന്നാട്ടോ. അപ്പോൾ അവനതേ നമ്മുടെ സ്പ്രേ അടിക്കാനായിട്ട് നിൽക്കണത്. അപ്പോൾ അവന് ദോശയും സാമ്പാറും ആട്ടോ. അവനാണെങ്കിൽ ഈ ഒരു മണം നല്ല ഇഷ്ടമായിട്ട് തോന്നുന്നു. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫേസ് സ്കാനറുടെ പ്രൊഡക്റ്റാണ്. അവരിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു സ്പ്രേയും കൂടിയും. അപ്പോൾ അത് അവൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാട്ടോ ഇതിൻ്റെ. ഇനി നമുക്ക് വീണ്ടും അച്ഛൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ വീണ്ടും പറയണത് വേറെ ഒന്നല്ല കേട്ടോ. അങ്ങനത്തെ ചെറിയ ചെറിയ മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഡോക്ടറെ കാണിക്കുക. അല്ലെങ്കിൽ നമ്മളൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യില്ല ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോയെന്ന്. നിസ്സാരമായിട്ട് കാണുന്നതായിരിക്കും ചിലപ്പോൾ പ്രശ്നമാവുക. എന്തായാലും അച്ഛന് എങ്ങനെയായാലും ഒരു 1.5 മാസത്തെ റെസ്റ്റ് വേണ്ടി വരും. കാരണം കാല് നല്ല സെറ്റായതിന് ശേഷമേ ഇതാവുള്ളൂ. പിന്നെ നമ്മുടെ തേജുണ്ടല്ലോ, ഇതെന്താ കാട്ടണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ശരിക്കും ഒന്ന് കാണിച്ചു തരേ. പിന്നെന്താ വെച്ചാൽ അച്ഛൻ 17 വയസ്സിലെങ്ങാണ്ടാണ് യൂണിയനിൽ കയറിയേക്കണത് കേട്ടോ പണിക്ക്. അന്നൊട്ട് ഇന്ന് വരെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ കാണണതാണ് കേട്ടോ. ഞാനായാലും ആരെയായാലും ഞങ്ങൾ ചെറുപ്പം തൊട്ടേ കാണുന്നൊരു കാര്യമാണ് അച്ഛൻ ഈ ഒരു പണിക്ക് പോണത്. അതുപോലെ തന്നെ എന്താ പറയുക, രാവിലെ എനിക്ക് അച്ഛൻ്റെ റുട്ടീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നിങ്ങളിപ്പോൾ വീഡിയോ നമ്മുടെ കാണുന്നവരായാലും അറിയുന്നുണ്ടായിരിക്കും. അച്ഛന് രാവിലെ ഒരു 6 മണിക്കാകുമ്പോഴേക്ക് നീക്കുക, കുളിക്കുക, വിളക്ക് കൊളുത്തുക, പിന്നെ ചെറുതായിട്ട് കിച്ചണിൽ അമ്മേനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അച്ഛൻ 7:15 ആകുമ്പോൾ അച്ഛൻ പണിക്ക് പോവും. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ വൈകിട്ട് വരണു, 5:30 ആകുമ്പോൾ വരും. 6 മണിയാകുമ്പോൾ വീണ്ടും മേലൊക്കെ കഴുകി വിളക്ക് കൊളുത്തുക. പിന്നെ അച്ഛൻ്റെ ഒരു തോട്ടമുണ്ട്, അവിടെ പോവുക, വല്ല പച്ചക്കറിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കുക, ചെടി നനയ്ക്കുക. പിന്നെ കുറച്ച് നേരം നാമം ചെല്ലും. പിന്നെ വീണ്ടും സീരിയലൊക്കെ ഉണ്ടെങ്കിൽ കാണും, കിടക്കും, ഫുഡൊക്കെ കഴിക്കുക, കിടക്കുക. രാവിലെ എനിക്ക് വീണ്ടും ഇതാണ് അച്ഛൻ്റെ റൂട്ടീൻ കേട്ടോ. അച്ഛൻ ഞങ്ങൾ ജനിക്കുമ്പോൾ തൊട്ടേ കാണണത് അതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത്രയും നാളിങ്ങനെ ഇരുന്നിട്ട് ഇത്ര ദിവസം അച്ഛൻ വീട്ടിൽ എങ്ങനെ തള്ളി നീക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. അച്ഛനായാലും ഭയങ്കര ഡിപ്രഷനായി പോയി. അച്ഛന് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. അച്ഛന് പണി മാറ്റി വന്ന ഒരു 6-7 മണിയാകുമ്പോൾ ഒരു പുറത്തേക്ക് പോക്കുണ്ട്. കടയിലേക്കൊക്കെ പോവും, വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങാണ്ടെങ്കിൽ അത് വാങ്ങും. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ അച്ഛന് വേണ്ട ആൾക്കാരുടെ അടുത്തേക്ക് ഒന്ന് പോയിട്ടൊരു അങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മുടെ തേജു ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ, നമ്മുടെ തേജുവിനെയും കൊണ്ട് കടയ്ക്കൊക്കെ പോണത്. അതാണ് അച്ഛൻ്റെ ലൈഫ് സ്റ്റൈല്. അപ്പോൾ വേറെ അച്ഛൻ എവിടേക്കും പോകുന്നില്ല കേട്ടോ. തന്നെ വീട്, പണിക്ക് പോവുക, വീട്ടിലേക്ക് വരിക, പുറത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറത്തെ കടയിലേക്കൊക്കെ പോവുക, അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്കായാലും അച്ഛനെ അങ്ങനെ കാണാനായിട്ട് ഇഷ്ടം. ആരോ കമൻ്റ് ഇട്ട് കണ്ടു അച്ഛനെ ഇനി ഇങ്ങോട്ടും വിടണ്ട, വീട്ടിലിരുത്തിക്കോന്ന്. സത്യം പറയാലോ, അച്ഛനൊന്നും അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കും, അച്ഛനായാലും അമ്മയ്ക്കായാലും. കാരണം അവർ പണ്ടൊട്ടേ ഇങ്ങനെ ജോലിക്ക് പോയി ജീവിച്ചവരായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അവർ മെൻ്റലി ഭയങ്കരമായിട്ട് തകരും കേട്ടോ. ഇത് ഞാൻ അമ്മയും പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പണിക്കൊക്കെ പോകാണ്ട് എപ്പോഴെങ്കിലും ഇരിക്കുമ്പോൾ അങ്ങനെ പറയും, പണിക്ക് പോവുക വെച്ചാൽ അങ്ങോട്ട് സുഖമായിട്ട് പോകും, അത് വീട്ടിലിരിക്കുമ്പോൾ ഓരോ വയ്യായിക വരുള്ളൂ, ഓരോ കേട് വരും, അങ്ങനെയൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. അതെന്താ വെച്ചാൽ അവരങ്ങനെ ശീലിച്ചുകൊണ്ടായിരിക്കാം. അങ്ങനെ ജോലിക്ക് പോവുക, അങ്ങനെ പോകുന്നവർക്ക് പെട്ടെന്ന് വീട്ടിലങ്ങോട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് മെൻ്റലി ഭയങ്കര ഡിപ്രഷനായിരിക്കും കേട്ടോ. ഞങ്ങളിപ്പോൾ അതാ പറയണം, അച്ഛനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വീട്ടിലിങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോൾ. കാരണം അവർ ചിന്തിക്കും, അവരിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എത്രയായാലും ചിന്തിക്കില്ലേ, അവർ ഇത്ര നാളിങ്ങനെ ഓടിച്ചാടി എല്ലായിടത്തേക്ക് പോയിരുന്ന ആൾക്കാർ വീട്ടിലിരിക്കുമ്പോൾ അയ്യോ നമ്മൾക്ക് എങ്ങനെ ഇരിക്കേണ്ടി വന്നൂലോ, അങ്ങനെയൊക്കെ ഒരു വേറെ രീതിയിൽ ചിന്തിച്ച് പോവും. ഈ ഒരു ടൈമിൽ തന്നെ അച്ഛനെ കാലുമ്പോൾ മുറി പറ്റിയിട്ട് പനി പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ആ പനി പിടിച്ച സമയത്ത് തന്നെ അന്ന് രാവിലെ ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണതിൻ്റെ രാവിലെ അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഉത്തരങ്ങനെ അമ്മ ഇങ്ങനെ ചെന്നപ്പോൾ പറയാം, അച്ഛൻ അമ്മോട് ഇങ്ങനെ പറയാത്രേ, ഞാൻ കുട്ടീനെ കണ്ടിട്ട് വരാം, സൂര്യയുടെ അടുത്തേക്ക് പോയിട്ട് വരാം, ആ കുട്ടീനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അവിടെ ഇങ്ങനെ തിക്കും തിരക്കുണ്ടാക്കാത്രേ. അതിൻ്റെ തലേന്ന് ഞാൻ വന്ന് പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴാണ് ഇത് പറയണത്. അപ്പോൾ അച്ഛന് പെട്ടെന്ന് തന്നെ ആ ഒരു പനി പിടിച്ചൊരു 3 ദിവസം ഇരുന്നപ്പോഴേക്കും അച്ഛന് ടെൻഷനായി. പിന്നെ കാലുമ്പോൾ ഇത് കെട്ടിയിട്ടുണ്ടല്ലോ. മൊത്തത്തിൽ അച്ഛൻ ഇങ്ങനെ കയ്യിൽ നിന്ന് ഒരു വേറൊരു ഇതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് അമ്മയായാലും അത് അമ്മയ്ക്കൊക്കെ ഭയങ്കര എന്തോ
വിഷമമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ടേ എന്നെ കാണാൻ തോന്നുന്നുണ്ട്, എൻ്റെ അടുത്തേക്ക് പോകണം, ഞാൻ പോയിട്ട് വരാം, ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോയി കണ്ടിട്ട് വരാം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അച്ഛൻ 2 ദിവസം ഇരുന്നപ്പോഴേക്കും അച്ഛൻ ആ ഒരു അവസ്ഥയായിട്ടുണ്ടായിരുന്നു. അച്ഛനൊന്നും ഒരിക്കലും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. കാരണം അച്ഛൻ അങ്ങനെ ആയിരിക്കും ഇഷ്ടം കേട്ടോ. പോവുക, പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടാകുമ്പോൾ ഞങ്ങളെല്ലാവരും ചെല്ലുക, ഞങ്ങളെല്ലാവരും കൂടി കൂടുക, അതൊക്കെ തന്നെ സെറ്റാവുള്ളേ. അതുകൊണ്ടായിട്ട് അങ്ങനെ ഒരു കമൻറ്റ് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്കായാലും അച്ഛൻ വീട്ടിലിരുന്നോട്ടെ തന്നെ ഞങ്ങളും പറയുള്ളൂ. പക്ഷേ ആ ഇരുത്തത്തിൽ അച്ഛൻ ഒരിക്കലും ഓക്കെ ആവില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്കായാലും അതെ കേട്ടോ, അച്ഛൻ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സുഖം തോന്നണില്ല. ഞങ്ങളുടെ മൈൻഡിലും ഞങ്ങൾക്ക് അച്ഛൻ പണിക്ക് പോയിട്ട് വരണതും ആ ഒരു അച്ഛൻ്റെ ലൈഫ് സ്റ്റൈൽ കണ്ട് ജീവിച്ചോണ്ടാ തോന്നുന്നു. അങ്ങനെ അച്ഛനെ കാണാൻ തന്നെയാണ് കേട്ടോ ഇഷ്ടം. ഒരു പേഷ്യൻറ്റിൻ്റെ പോലെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നത് കാണാൻ ഒട്ടും താല്പര്യമില്ല. അച്ഛന് വയ്യായിക ഇല്ലെങ്കിൽ അച്ഛന് പോകാൻ താല്പര്യമാണെങ്കിൽ അച്ഛൻ ഇപ്പോഴും പണിക്ക് പോയിക്കോട്ടെ, അതിന് ഞങ്ങൾ പറയുള്ളൂ. കാരണം അവരുടെ ഹെൽത്തിന് അത് തന്നെയാണ് നല്ലത്. മെൻ്റൽ ഹെൽത്തിനും എൻ്റെ അച്ഛൻ അത് തന്നെയായിരിക്കും കേട്ടോ ബെറ്റർ. അപ്പോൾ അങ്ങനെയാട്ടോ. അച്ഛൻ ഇപ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല. 1.5 മാസം കഴിഞ്ഞാൽ അച്ഛൻ ഓക്കെ ആയിട്ട് തിരിച്ച് വരുവേ. അപ്പോൾ അങ്ങനെ കേട്ടോ. എന്തായാലും ഇപ്പം നല്ല രീതിക്ക് റെസ്റ്റ് എടുപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്, അവർക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യമായിരിക്കില്ല കേട്ടോ. പിന്നെ അപ്പോൾ അച്ഛൻ്റെ കാര്യം എത്ര ഇടനെ എന്തെങ്കിലും വിട്ടുപോയിണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ ഓക്കെയാണ്. എന്തായാലും കുറേ പേര് ഓക്കെ ആണോ ചോദിക്കുന്നുണ്ട്. ഓക്കെയാണ്, കുഴപ്പമില്ല, റെസ്റ്റ് ഉണ്ട് എന്ന് മാത്രം കേട്ടോ. ഇനി പോകുമ്പോൾ ഞാൻ കാണിക്കേ. പിന്നെ ഉണ്ടല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ കൂടെ ഞാനിങ്ങനെ പറഞ്ഞു എന്നാളോട്ടെ. ഇനി ഇതൊരു കണ്ടന്റ് ആക്കിയിട്ട് എക്സ്ട്രാ സംസാരിച്ചിരിക്കണില്ല എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ അങ്ങനെ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞത്. അപ്പോൾ ഇതേ വിൻഷേട്ടൻ ഉച്ച കഴിഞ്ഞപ്പോൾ വിറക് ഒതുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വിറക് ഒതുക്കണതിൻ്റെ ഇടയിലാട്ടോ വിൻഷേട്ടൻ്റെ അമ്മ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അവരിത് വീട്ടിലായിരുന്നു കേട്ടോ. അതായത് അച്ഛനെ കാണാൻ പോയി കിടന്ന് വിൻഷേട്ടൻ്റെ അമ്മയും അച്ഛനും സച്ചൂട്ടനൊക്കെ കൂടിയിട്ട് അവിടെ ചെന്നപ്പോൾ നമ്മുടെ തേജുവിനൊന്ന് എരിവ് കയറ്റാൻ വിളിച്ചതാട്ടോ. കാരണം നമ്മുടെ കുഞ്ഞിച്ചക്കൻ കിച്ചുട്ടനെ എടുത്തിട്ടാട്ടോ നിൽക്കുന്നത്. കിച്ചുട്ടനെ കൊണ്ടുപോവുകയാണ്, കിച്ചുട്ടനെ വെള്ളണികുന്നത്തേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് തേജുവിനൊന്ന് എരിവ് കയറ്റാൻ നോക്കിയതാണ്. പക്ഷെ തേജു മൈൻഡ് ചെയ്തില്ല കേട്ടോ, കൊണ്ടക്കോന്നുള്ള മട്ടിലായിരുന്നു നിന്നത്. അങ്ങനെ അവിടെ നിന്ന് അമ്മ ഫോൺ വാങ്ങി അമ്മ സംസാരിച്ചു തുടങ്ങിയിട്ടാ. അമ്മ എന്താ വെച്ചാൽ അവിടെ ചക്ക വെട്ടിയിട്ടുണ്ട് ഇത്ര. അപ്പോൾ ചക്ക വെട്ടിയിട്ടുണ്ട്, നന്നാക്കിയിട്ട് വിൻഷേട്ടൻ്റെ അമ്മടയിൽ കൊടുത്തയക്കാന്നൊക്കെ പറയാട്ടോ. അപ്പോൾ വരുമ്പോൾ അവർ തരും, അത് വാങ്ങിക്കോ ഉപ്പേരിയൊക്കെ വെച്ചോന്നൊക്കെ പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ ഇടുപ്പത് പണിയിലാട്ടോ, ഞാനും വിൻഷേട്ടനും കൂടിയിട്ട്. കാരണം വിൻഷേട്ടൻ കട്ടത്ത് കയറിയിട്ട് വിറക് ഒതുക്കാട്ടോ. നമ്മുടെ അറിയാലോ, നമ്മുടെ കിച്ചണിൽ വിറക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വിറകൊക്കെ ഞങ്ങൾ ബാക്കിലേക്ക് ഒതുക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെ ഒതുക്കേണ്ട പണിയിലായിരുന്നു ഇവരുടെ ഈ വീഡിയോ കോൾ ഉണ്ടായിരുന്നത്. എൻ്റെ അമ്മയാണെങ്കിൽ ഫോൺ വെക്കണില്ല, ചക്കട കഥ പറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ വിൻഷേട്ട അട്ടത്താണ് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യാട്ടോ ചെയ്തത്. വിൻഷേട്ടനാണെങ്കിൽ ഇതേ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഉണ്ടല്ലോ വിറകൊക്കെ നമ്മൾ പുറത്തേക്ക് ഇട്ടു കേട്ടോ. അതേ മുകളിലത്തെ മൊത്തം പുറത്തേക്ക് ഇട്ടു. ഇനി അവിടെയൊക്കെ ഒന്ന് തുടച്ച് മീൻസ് ഇങ്ങനെ പൊടി ഉണ്ട് നല്ലോണം, അതൊക്കെ ഇതേ വിൻഷേട്ടൻ തന്നെ അടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെതലെന്തെങ്കിലും വന്നിട്ടുണ്ടോയെന്നൊന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ചെതലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ചെതല് പിടിച്ചിട്ടൊന്നുമില്ല. വിറകിൻ്റെ ഇരുന്നിട്ടുള്ള പൊടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വിൻഷേട്ടൻ തന്നെ ലാഡർ വാങ്ങിയോണ്ടാട്ടോ ഇപ്പോൾ ഇതൊക്കെ നടന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അമ്മേനെ വിളിച്ച് അമ്മ പറയുക, അമ്മ വന്നിട്ട് ഒതുക്കിത്തരാം, നിങ്ങളമ്മ പൊത്തിപ്പിടിച്ച് കയറാൻ നിൽക്കണ്ടെന്നാട്ടോ പറഞ്ഞിരുന്നു. പക്ഷെ ലാഡർ വാങ്ങിയിട്ട് നമുക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നി. വിൻഷേട്ടൻ തന്നെ മുന്നിട്ട് ഇറങ്ങാട്ടോ ചെയ്ത്. ഞാൻ കുറച്ച് മടി പിടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇല്ല പിന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വിൻഷേട്ടനും തേജും കൂടിയിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരുടെ ഈ ഇങ്ങനെ എന്താ പറയുക വർത്താനം കേട്ടിട്ടാണ് ഞാൻ കിടക്കണോടത്തുനിന്ന് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ തേജു ഉണ്ട് കേട്ടോ ഹെൽപ്പിന്. തേജു ഇല്ലാണ്ട് പിന്നെ വീട്ടിലൊരു പണി നടക്കില്ലല്ലോ. പിന്നെ കുറേ ചപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയും കത്തിക്കാണ്ട് ഇവിടുന്ന് കുറേ സാധനങ്ങൾ ഈ ചാക്കൊക്കെ നല്ലതാണ്, അതിൽ എന്തെങ്കിലുമൊക്കെ ആക്കിക്കാലോ വിചാരിച്ചിട്ടായിട്ട് ഇങ്ങനെ വെച്ചേക്കണത്. ഇങ്ങനൊരു കഷ്ണം കൂടി വൃത്തിയാക്കി കിട്ടാറുള്ളൂ കേട്ടോ. ഈ ചാക്ക് ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ വെച്ചതാ. കുറേ കത്തിച്ചുണ്ട്, ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ആക്കാണ്ട് അത്ര തന്നെ ഉള്ളൂ. ബാക്കൊന്നും കൂടി ക്ലീൻ ആക്കി എടുക്കാണ്ടിനി ഇത് ഒതുക്കണ്ടതിൻ്റെ മുകളിൽ വിറക് എടുത്തിടല് കഴിഞ്ഞെങ്കിലും കൂടിയിട്ട് ഇനി നമുക്കിത് മുകളിലേക്ക് ഒതുക്കാണ്ട് കേട്ടോ. അതൊരു വലിയ പണി തന്നെയാണ് കേട്ടോ. പക്ഷെ ഞങ്ങളിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഞങ്ങൾ 3 ആളും കൂടിയിട്ടല്ലേ ചെയ്യണത്. വേഗം എടുത്ത് കൊടുത്തിട്ട് അതങ്ങോട്ട് ഒതുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ഛൻ്റെ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം ഈ അച്ഛനെ പണിക്ക് വിടുക അങ്ങനത്തെ ഒരു മൈൻഡിലല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വീണ്ടും വിചാരിക്കുന്നു. അവർക്ക് അങ്ങനെ പോയി ശീലമുള്ളതുകൊണ്ടാണ് കേട്ടോ. അവർക്കതൊരിക്കലും പെട്ടെന്ന് പറ്റില്ല. അവർ എന്താ പറയുക ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ എനിക്കായാലും താല്പര്യം, അവർ പോവുകയാണെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പൊക്കോട്ടെ തന്നെയായിട്ട് ഞാനിപ്പോൾ പറയുള്ളൂ. പിന്നെ അമ്മയായാലും അതേട്ടോ. അപ്പോൾ ആരുടെ ഒരു ഡെലിവറി പ്രഗ്നൻസി ആ ഒരു ടൈമിലാട്ടോ എൻ്റെ അമ്മ ഇങ്ങനെ ലീവ് എടുത്തിരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഒതുക്കിയതേ പെട്ടെന്ന് വിൻഷേട്ടൻ്റെ അച്ഛനമ്മയും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അവർ എൻ്റെ വീട്ടിൽ നിന്നാണ് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചത്. പിന്നെ അതേ കുറച്ച് നേരം കൊണ്ട് ഒരു 15 അരമണിക്കൂർ കൂട്ടാം നമുക്ക്. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവരിത് തിരിച്ച് വന്നു കേട്ടോ. ഞാൻ അങ്ങനെ വിൻഷേട്ടനോട് പറയാം വീഡിയോ കോളിൽ വിൻഷേട്ടൻ പണിയെടുക്കുന്നത് കാണുകയല്ലേ, പണിയെടുക്കുന്നത് കണ്ട് വിഷമമായിട്ട് ഓടി വന്നതാണ്
എന്താണാവോ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വിൻചേട്ടൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അമ്മ സാരിയും കൂടി മാറാണ്ട് ബാക്കി വിറകൊക്കെ ഒതുക്കാൻ നിന്നു. നമ്മുടെ മോളിലേക്ക് ഒതുക്കിയതില്ലേ അതൊക്കെ ഒതുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞോട് കൂടിയിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 10-20 മിനിറ്റ് ആ വീഡിയോ കോൾ കട്ട് ചെയ്ത ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് പോകുന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞ പോലെ വിൻചേട്ടൻ പണിയെടുക്കേണ്ട വിഷമമായിട്ട് വന്നതാണാവോ. അങ്ങനെ ആ മോളത്ത് ഒതുക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അടിയിലുണ്ടല്ലോ നമ്മുടെ നിൽക്കണേൻ്റെ എന്താ പറയുക അടുപ്പിൻ്റെ അടിയിലൊരു ഇങ്ങനെ കുഞ്ഞൊരു ഭാഗം ഉണ്ടല്ലോ, അവിടെ കുറച്ച് ചുള്ളൽ പോലത്തെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എന്നെ ഒതുക്കാണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് വേഗം അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചിട്ട് വിൻചേട്ടൻ അമ്മ എടുത്തന്നു. പിന്നെ ഞാൻ അങ്ങനെ വിൻചേട്ടൻ മുളയ്ക്ക് വെക്കുന്നുണ്ട് ഇങ്ങനെ പാസ് ചെയ്തിക്കുക. പിന്നെ അതിൻ്റെ അടിയിൽ നല്ല ഉറുമ്പുണ്ട് എന്ന് പറഞ്ഞു. ചെതലുറുമ്പ് പോലത്തെ ഒരു വലിയ ഉറുമ്പില്ലേ, ആ ഉറുമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങളത് കോരി എടുത്തു കേട്ടോ. വിൻചേട്ടൻ അമ്മ അപ്പുറത്തുനിന്ന് അതായത് അതിൻ്റെ അടിയില്ലേ അടിയിൽ നിന്ന് ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഞാനും അടിച്ചു കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് പരന്നു. അപ്പോൾ അത് വേഗം അടിച്ച് വൃത്തിക്കും. നല്ല കടിച്ചാൽ നല്ല വേദനയുള്ള ഉറുമ്പാട്ടത്. അങ്ങനത്തെ ഉറുമ്പ് എന്തായാലും പേരിക്കറിയില്ല, ഒരു വിറകൊക്കെ വെച്ചിട്ടുള്ള ഒരു ഉറുമ്പില്ലേ, ആ ഒരു പ്രാണി പോലത്തെ ഉറുമ്പായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വിറകൊക്കെ ഇതേ ഒതുക്കി മുകളിൽ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതേ കുറച്ച് നേരം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉമ്മർത്ത് വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ കാപ്പിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാപ്പിയും പിന്നെ ചക്ക വറവും പിന്നെ വേറെന്തോ ഒരു ബിസ്ക്കറ്റ് മധുരമുള്ളത് കേട്ടോ, അതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഇതേ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരമല്ല കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ തേജും സച്ചും കൂടിയിട്ട് അവിടെ കളിയായിരുന്നു കേട്ടോ. പിന്നെ മേലെ എഴുതലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തേജുവിനെ കുറച്ച് നേരം ഒന്ന് പഠിപ്പിക്കാൻ ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ അധികം ഒന്നുമില്ല, അതുകൊണ്ടൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവരെന്തോ കഴിക്കണം കൂടി ഉണ്ട് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ അപ്പുറത്തുനിന്ന് ഗീത ചേച്ചി നല്ല അടിപൊളി ചക്കപ്പായസം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇത് മൊത്തത്തിൽ ഒരു ചക്കമയ ആടുന്നു കേട്ടോ വൈകുന്നേരത്ത്. അതായത് വീട്ടിൽ നിന്ന് ചക്ക വറുത്തത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്കപ്പായസം, ചക്കുപ്പേരി, ആകെ മൊത്തം ഒരു ചക്കമയം തന്നെയായിരുന്നു കേട്ടോ. ഈ പായസം ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. ഞാൻ കുറേ കുടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ കിച്ചണിൻ്റെ കോലത ഇപ്പം ഏകദേശം ഒതുക്കി ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാത്രിത്തെ. അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാവേ. ബായ്.